അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സുപ്രധാനമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാനാണ്. അതായത്, ഇന്ന് നമ്മുടെ ഇടയിൽ ഒരുപാട് ആത്മീയമായ മജ്‌ലിസുകൾ നടക്കാറുണ്ട്. ഈ മജ്‌ലിസിലെ കൂട്ടത്തിൽ ഒരുപാട് മജ്‌ലിസുകൾ വിവരമില്ലാത്ത ജാഹിലുകളായ സാധാരണക്കാരായ ആളുകൾ നേതൃത്വം നൽകുന്ന മജ്‌ലിസുകൾ ഉണ്ട്. നമ്മുടെ ഈ കർണാടകയിൽ ഒരുപാട് മജ്‌ലിസുകൾ സാധാരണക്കാരായ ആളുകൾ നടത്തുന്ന, ജാഹിലുകളായ ആളുകൾ നടത്തുന്ന മജ്‌ലിസുകളിൽ പല സാധാരണക്കാരായ ആളുകൾ പോകുന്നുണ്ട്. മാത്രമല്ല, ഓൺലൈനിലൂടെ നടക്കുന്ന ഇത്തരം മജ്‌ലിസുകളെ ഒരുപാട് ആളുകൾ വീക്ഷിക്കാറും ഉണ്ട്. ഞാൻ ഓർക്കുകയാണ്, 2019 ജൂൺ മാസത്തിലെ 17-ാം തീയതി കർണാടക ജംഇയ്യത്തുൽ ഉലമ ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ തീരുമാനിക്കുകയും അത് സാധാരണക്കാരായ ആളുകൾക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഉടുപ്പി ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു സാധാരണക്കാരനായ ജാഹിലായ ഒരു മനുഷ്യൻ നേതൃത്വം നൽകുന്ന ഒരു ആത്മീയ മജ്‌ലിസ്. ഈ മജ്‌ലിസുകളിൽ ഒരുപാട് സാധാരണക്കാരായ പുരുഷന്മാരും സ്ത്രീകളും സംബന്ധിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെയുള്ള സോൺ ജംഇയ്യത്തുൽ ഉലമ, കർണാടക ജംഇയ്യത്തുൽ ഉലമ സ്റ്റേറ്റ് മുഷാവറയിലേക്ക് കത്ത് തന്നു. അങ്ങനെ ആ മനുഷ്യനെ സംബന്ധിച്ച്, നേതൃത്വം നൽകുന്ന ആ വ്യക്തിയെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി വിനീതനായ എന്നെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട SP ഹംസ സഖാഫി ഉസ്താദിനെയും ചുമതലപ്പെടുത്തുകയും ഞങ്ങൾ രണ്ടാളുകൾ അവിടെ പോയി ആ വ്യക്തിയെ സംബന്ധിച്ച് പരിസരത്തുള്ള എല്ലാ ജമാഅത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ സംബന്ധിച്ച് പഠിക്കുകയും അന്വേഷിക്കുകയും അടിസ്ഥാനത്തിൽ അതിന്റെ പൂർണ്ണമായ എല്ലാ റിപ്പോർട്ടുകൾ സ്റ്റേറ്റ് മുഷാവറയിലേക്ക് നമ്മൾ നൽകുകയുണ്ടായി. ആ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ 2019 ജൂൺ 17-ാം തീയതി മഹാനായ താജുൽ ഫുഖഹ ബേക്കൽ ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കർണാടക ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ ഒരു സുപ്രധാനമായ തീരുമാനം അന്ന് നൽകിയിട്ടുണ്ട്. എന്താണ് ആ തീരുമാനത്തിൽ പ്രധാനപ്പെട്ടത്? അതിൽ പ്രധാനപ്പെട്ട ഒരു അംശം, സാധാരണക്കാരായ ജാഹിലുകളായ ആളുകൾ നേതൃത്വം നൽകുന്ന ആത്മീയ മജ്‌ലിസുകളെ, ആ ആത്മീയ മജ്‌ലിസുകളിൽ ആരും സംബന്ധിക്കരുത്. സാധാരണക്കാരായ വിവരമില്ലാത്ത ജാഹിലുകൾ ആത്മീയ മജ്‌ലിസുകൾക്ക് നേതൃത്വം നൽകരുത്. അങ്ങനെ ആരെങ്കിലും നൽകിക്കൊണ്ട് മജ്‌ലിസുകൾ നടത്തുന്നുണ്ടെങ്കിൽ അതിൽ മുസ്ലിം സമുദായത്തിലെ ജനങ്ങൾ അതിൽ സംബന്ധിക്കരുത് എന്ന വ്യക്തമായ തീരുമാനം 2019 ജൂൺ മാസത്തിൽ നൽകിയുണ്ടായി. അപ്പോ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പണ്ഡിത സഭ, നമ്മുടെ ആലിമീങ്ങൾ വളരെ വ്യക്തമായി നൽകിയ ഒരു തീരുമാനമാണ്. സാധാരണക്കാരായ ജാഹിലുകളായ ആളുകൾ ആത്മീയ മജ്‌ലിസുകളിലേക്ക് നേതൃത്വം നൽകരുത്. ആത്മീയ മജ്‌ലിസുകൾക്ക് നേതൃത്വം നൽകുന്നവർ അവർ ആലിമീങ്ങളായിരിക്കണം, ഇൽമുള്ളവരായിരിക്കണം. അല്ലാത്തവർ ആത്മീയ മജ്‌ലിസുകൾക്ക് നേതൃത്വം നൽകാൻ പാടുള്ളതല്ല. അങ്ങനെ നൽകുന്നുണ്ടെങ്കിൽ അത്തരം മജ്‌ലിസുകളിൽ സംബന്ധിക്കാനും പാടുള്ളതല്ല. പക്ഷേ എത്രയോ സാധാരണക്കാരായ ആളുകൾ ഇങ്ങനെയുള്ള ജാഹിലുകൾ നടത്തുന്ന ആത്മീയ മജ്‌ലിസുകളിൽ സംബന്ധിച്ചുകൊണ്ട് അവർ പറയുന്ന ഒരുപാട് വിവരക്കേടുകളും ജഹാലത്തുകളും വിശ്വസിച്ച് പോകുന്നുണ്ട്.
ഞാൻ ഓർക്കുകയാണ്, ഇതേ കർണാടകയുടെ സുള്ളിയ ഭാഗത്ത് ഒരു സാധാരണക്കാരനായ ഒരു ജാഹിലായ മനുഷ്യർ നേതൃത്വം നൽകുന്ന ഒരു ആത്മീയ മജ്‌ലിസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഓൺലൈൻ മജ്‌ലിസുകളും ഇതുപോലെയുള്ള ആത്മീയ മജ്‌ലിസുകൾ അഥവാ സാധാരണക്കാർ നേതൃത്വം നൽകുന്ന പല ആത്മീയ മജ്‌ലിസുകൾ ഓൺലൈനിലൂടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വ്യക്തമായൊരു ഉദാഹരണമാണ് ഈ അടുത്ത് നമ്മുടെ കേരളത്തിൽ നൂറെ ഹബീബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ആത്മീയ മജ്‌ലിസ്. അതിൽ ഒരു തങ്ങൾ എന്ന് പറയപ്പെടുന്ന ഒരാള് അതിന് നേതൃത്വം നൽകുകയാണ്. അദ്ദേഹം തങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. അല്ലാഹു അഅലം, നമുക്കറിയില്ല. അതിനെ സംബന്ധിച്ച് എന്തോ പണ്ടൊരു വിവാദമുണ്ടായിരുന്നു. അദ്ദേഹം തങ്ങളല്ല എന്ന് ആരോ പറഞ്ഞിരുന്നു, നമുക്കറിയില്ല. അല്ലാഹു അഅലം. അദ്ദേഹം തങ്ങളാണെങ്കിൽ എല്ലാ ബഹുമാനം, തങ്ങൾ എന്ന നിലക്ക് എല്ലാ നിലക്കുള്ള ബഹുമാനവും ആദരവും നമ്മൾ നൽകുന്നു. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും നമുക്കില്ല. സയ്യിദന്മാരെ, അഹ്ലു ബൈത്തിനെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. അതുകൊണ്ട് വ്യക്തിപരമായി നമുക്ക് അവരെ നിസ്സാരപ്പെടുത്താനോ ഇകഴ്ത്താനോ പാടുള്ളതല്ല. അതേസമയത്ത് ദീനിന്റെ കാര്യം നമുക്ക് പറയാതിരിക്കാനും സാധ്യമല്ല. അദ്ദേഹം ഈ അടുത്ത് ഒരു ദർഗ സിയാറത്ത് ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞ, അവിടെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള, അദ്ദേഹം നേതൃത്വം നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ സിയാറത്തിന് പോയ ചില ആളുകളുടെ മുന്നിൽ അദ്ദേഹം പറയുന്ന പച്ചയായ ഒരു വിവരക്കേട്. ഇപ്പൊ സാധാരണക്കാരായ ആളുകൾ ആത്മീയ മജ്‌ലിസുകൾക്ക് നേതൃത്വം നൽകിയാൽ എന്താണ് അതിൽ പ്രശ്നമുള്ളത്, എന്താണ് അതിൽ കുഴപ്പമുള്ളത് എന്ന് ചിലപ്പോൾ ചില ആളുകൾ ചോദിച്ചേക്കും. ആലിമികൾ തന്നെ ആകണോ നേതൃത്വം നൽകാൻ? എന്തുകൊണ്ട് സാധാരണക്കാർക്ക്, ജാഹിലുകൾക്ക് ആത്മീയ മജ്‌ലിസുകളിൽ നേതൃത്വം നൽകിക്കൂടാ എന്ന് തിരിച്ചു ചോദിക്കുന്നവരുണ്ടാകും. അതിന്റെ വ്യക്തമായ മറുപടിയാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് അള്ളാഹു കാണിച്ചു തന്നിട്ടുള്ളത്. അദ്ദേഹം അവിടെ സിയാറത്ത് ചെയ്തുകൊണ്ട് പറയുകയാണ് അവിടെയുള്ള അദ്ദേഹത്തിന്റെ കൂടെ പോയ ആളുകളോട്, നിങ്ങളാരും ഈ കബറാളിയോട്, ഈ ദർഗയിൽ മറപ്പെട്ടെടുക്കുന്ന വലിയനോട് സഹായം തേടരുത്. അത് തെറ്റാണ്, ഹറാമാണ്, ശിർക്കാണ്. ഈ വിഷയത്തിൽ ഞാൻ മുജാഹിദുകളെ കൂടെയാണ്. പിന്നെ നിങ്ങളോട് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കണം. അല്ലാതെ ഈ മറപ്പെട്ട് കിടക്കുന്ന വലിയനോട് സഹായം തേടുന്നത് അത് ശിർക്കാണ്, ഹറാമാണ് എന്ന തനി പച്ചയായ വിവരക്കേട്, ജഹാലത്ത് അദ്ദേഹം അവിടെ പറയുകയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത്തരം ജാഹിലുകളായ ആളുകൾ ആത്മീയ മജ്‌ലിസുകളിലേക്ക് നേതൃത്വം നൽകുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ കുറെ ആളുകൾ ഫോളോവേഴ്സ് ഉണ്ടാവും. ആ മജ്‌ലിസിലേക്ക് പുരുഷന്മാരും സ്ത്രീകളും വരും. പിന്നെ അദ്ദേഹം അവരുടെ ഒരു ആത്മീയമായ ഒരു ഗുരുവാവുകയും ഒരു ഷെയ്ഖാവുകയും ഒരു മഹാനാവുകയും മാറും. പിന്നീട് അദ്ദേഹം എന്തെല്ലാം ജഹാലത്തുകളും വിവരക്കേടുകളും വിളിച്ചു പറയുന്നുണ്ടോ അത് മുഴുവനും അവർ അംഗീകരിക്കും. പിന്നെ അതിനെതിരായി അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് എന്ന് നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞാൽ പോലും അതിനെ അംഗീകരിക്കാൻ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് കിട്ടുകയില്ല. കാരണം അദ്ദേഹം അവരുടെ ഖൽബിൽ അത്രമാത്രം സ്ഥലം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ എത്ര പ്രഗത്ഭരായ നമ്മുടെ സമസ്തയുടെ പ്രസിഡന്റ് പറഞ്ഞാലും ഇവരുടെ ഈ ആത്മീയമായ ഗുരു അല്ലെങ്കിൽ ഇവരുടെ ഈ ആത്മീയമായ ഷെയ്ഖ്, ഈ നേതാവ് പറഞ്ഞതിനപ്പുറം അദ്ദേഹത്തിന്റെ മുരീദുകൾ, അദ്ദേഹത്തിനെ പിൻപറ്റി നടക്കുന്ന ആളുകൾ, അദ്ദേഹത്തിന്റെ മജ്‌ലിസ് സംബന്ധിക്കുന്ന ആളുകൾ, ഈ ആലിമീങ്ങൾ പറഞ്ഞത് സ്വീകരിക്കാൻ അവർ കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ ജംഇയ്യത്തുൽ ഉലമ വ്യക്തമായ തീരുമാനമെടുത്തത് ജാഹിലുകളായ ആളുകൾ നേതൃത്വം നൽകുന്ന മജ്‌ലിസുകളിൽ ഒരിക്കലും ആരും സംബന്ധിക്കാൻ പാടുള്ളതല്ല എന്ന്. ഇനി ഞാൻ നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ ആ ക്ലിപ്പ് നിങ്ങൾക്ക് കേൾപ്പിക്കുകയാണ്. അദ്ദേഹം സിയാറത്ത് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ആളുകളോട്, ഈ കബറാളിയോട് ഒന്നും ചോദിക്കരുത്, ആ ചോദിക്കുന്നത് ശിർക്കാണ്, അത് ഹറാമാണ് എന്ന് അദ്ദേഹം പറയുന്ന ആ ഭാഗം ഒന്ന് നിങ്ങൾ കേട്ടോളി. സങ്കടങ്ങള് ഉള്ള ആളുകള് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന എപ്പാപ്പാനോട് നിങ്ങൾ സഹായം ചോദിക്കുന്നത് അത് ഇസ്ലാമിൽ ഹറാമാണ്, അത് ശിർക്കാണ്. ആ കാര്യത്തിൽ ഞാൻ മുജാഹിദീങ്ങളുടെ ഭാഗത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മൾ പ്രയാസം അല്ലാഹു മാറ്റി. ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്, ഒരു മഖാമിൽ പോയിട്ടും
നമ്മൾ എന്ത് ചെയ്യരുത്? ആ പാപമാരോട് നമ്മൾ സഹായം ചോദിക്കരുത്. അത് ഇസ്ലാം. അപ്പോ അദ്ദേഹം ഇവിടെ പറയുന്നത് ഖബറാളിയോട് സഹായം ചോദിക്കുന്നത് അത് ശിർക്കാണ്, അവരോട് നേരിട്ടൊന്നും ചോദിക്കാൻ പാടില്ല. ഇദ്ദേഹം ഈ പറയുമ്പോൾ തന്നെ ഏതൊരാളുകൾക്കും മനസ്സിലാകും ഇദ്ദേഹത്തിന് എത്രമാത്രം വിവരമുണ്ട്, ഇദ്ദേഹം മതപരമായി ഇദ്ദേഹത്തിന്റെ അറിവ് എത്രയുണ്ട് എന്ന് ഏതൊരാൾക്കും വ്യക്തമാകും. ഖബറാളിയോട് നേരിട്ട് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ പാടില്ലാത്തതോ ഷിർക്കായതോ ഹറാമായതോ സംഭവമല്ല. നിങ്ങൾക്കറിയാം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണത്. ഔലിയാക്കളോട് ഇസ്തിഗാസ അഥവാ നേരിട്ട് കൊണ്ട് സഹായം തേടുന്നത് ഷിർക്കല്ല എന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസവും അഖീദയുമാണ്. ഈ വിഷയത്തിലല്ലേ നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങൾ ഇബ്നു തൈമിയന്റെ കാലം മുതൽക്ക് തന്നെ ഈ പിഴച്ച വാദത്തിന്റെ ആളുകളോട് നമ്മുടെ പ്രഗത്ഭരായ ഇമാമീങ്ങളും അതുപോലെ തന്നെ കേരളത്തിലും കർണാടകയിലും ജീവിച്ച ഒരുപാട് ആലിമീങ്ങൾ ഈ ബിദ്അത്തിന്റെ കക്ഷികൾക്കെതിരെ വാദപ്രതിവാദം നടത്തിയത് ഇതേ വിഷയത്തിലില്ലേ? ഖബറാളികളോട് ചോദിച്ചുകൂടെ, സഹായം തേടിക്കൂടെ എന്ന വിഷയത്തിൽ നമ്മുടെ കേരളത്തിൽ ജീവിച്ച പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരടക്കം അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ ആലിമീങ്ങൾ, പൂർവികന്മാരായ ആലിമീങ്ങൾ വഹാബികളോട് വാദപ്രതിവാദം നടത്തിയത് ഇതേ വിഷയത്തിലായിരുന്നല്ലോ. ഇബ്നു തൈമിയെ അന്നത്തെ ഇമാമീങ്ങൾ എതിർത്തതും ഇതേ വിഷയത്തിൽ തന്നെ അല്ലേ? ഇമാം സുബ്കി റളിയല്ലാഹുവിനെ പോലെ തന്നെ, ഇമാം സംലക്കാനി റളിയല്ലാഹുവിനെ പോലെ, ഇമാം ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദി റളിയല്ലാഹുവിനെ പോലെയുള്ള മഹാന്മാർ ഇബ്നു തൈമിയെ ഉത്തരം മുട്ടിച്ചതും ഇതേ അവരുടെ ഈ പേച്ചവാദത്തിലല്ലേ? അങ്ങനെ ബിദ്അത്തുകാരുടെ ഈ പേച്ചവാദം ഇദ്ദേഹം ഇവിടെ വന്ന് സാധാരണക്കാരെ മുന്നിൽ പറയുകയാണ്, ഖബറാളികളോട് ഒന്നും ചോദിക്കാൻ പാടില്ല, അത് ഹറാമാണ്, ശിർക്കാണ് എന്ന്. നിങ്ങൾ നോക്കണം, ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഖബറാളികളോട് ചോദിച്ച സംഭവങ്ങൾ, നേരിട്ട് ചോദിച്ച ഒരുപാട് സംഭവങ്ങൾ കാണാം. സിയർ അഅ്ലാമുൻ നുബലായിൽ ദഹബി തന്നെ ഉദ്ധരിക്കുന്നത് കാണാം. മഹാനായ ഇമാം ഇബ്നുൽ മുഖ്രി റളിയല്ലാഹു അൻഹു, ഇമാം തബറാനി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മഹാനായ അബൂ ശൈഖ് റളിയല്ലാഹു അൻഹു മൂന്നാളുകൾ മദീനത്തിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് ഭയങ്കരമായ വിശപ്പ് ഉണ്ടായി, ഭക്ഷിക്കാൻ ഒന്നുമില്ല. അങ്ങനെ പ്രയാസമായപ്പോ മഹാനായ ആ മൂന്നാളുകളെ കൂട്ടത്തിലുള്ള മഹാനായ ഇമാം അബൂ ശൈഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിൽ വന്നിട്ട് നേരിട്ട് നബിയോട് സഹായം ചോദിക്കുകയാണ്. യാ റസൂലല്ലാഹ് അൽ ജൂ, യാ റസൂലല്ലാഹ് അൽ ജൂ, നബിയെ വിശക്കുന്നുണ്ട്, ഹബീബായ നബിയെ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് ഇസ്തിആനത്ത് സഹായം ചോദിച്ച സംഭവം ഹാഫിദു ദഹബി സിയർ അഅ്ലാമിൻ നുബലാഇന്റെ 12-ാം വാള്യം 452-ാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഹാനായ ഇമാം അബുൽ ഖാസിം അബൂ ഹാത്തിമുൽ ഖസ്വൈനി റളിയല്ലാഹു അൻഹു, അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും മക്കയിലേക്ക് ഹജ്ജിന് വന്നു. അങ്ങനെ ഹജ്ജൊക്കെ കഴിഞ്ഞു ശേഷം സിയാറത്തിന് വേണ്ടി മദീനയിൽ വന്ന് മദീന എത്തിയപ്പോ തന്റെ കൂടെയുള്ള മകനെ കാണുന്നില്ല. ആ സമയത്ത് മഹാനായ അബൂ ഹാത്തിമുൽ ഖസ്വൈനി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫിന്റെ അരികിൽ വന്നിട്ട് നേരിട്ട് നബിയോട് ഇസ്തിആനത്ത് സഹായം തേടുന്നു. യാ റസൂലല്ലാഹ്, പൊന്നാര തങ്ങളെ, ജിഇതുക മിൻ ബലദിൻ ബഈദിൻ സായിറ, പൊന്നാര നബിയെ, ഹബീബായ നബിയെ, ഞാൻ ഒരുപാട് ദൂരത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഒരു വ്യക്തിയാണ്. എന്റെ മകൻ ഇവിടെ എത്തി നോക്കുമ്പോ എന്റെ മകൻ കാണുന്നില്ല, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് ലാ അർജു, ഞാൻ എന്റെ വീട്ടിലേക്ക് ഞാൻ മടങ്ങിപ്പോവുകയില്ല. ഹത്താ തറുദ്ദ അലയ്യ ബനി, തങ്ങൾ എന്റെ മകനെ തിരിച്ചു തരുന്നത് വരെ ഞാൻ പോകൂല നബിയെ എന്ന് പൊന്നാര ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം തേടുകയാണ്. തങ്ങൾ എനിക്ക് എന്റെ മകനെ തരണം. ഹത്താ തറുദ്ദ അലയ്യ ബനി, എന്റെ മകനെ തങ്ങൾ എനിക്ക് തിരിച്ചു തരുന്നത് വരെ ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങുകയില്ല എന്ന് പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്
മഹാനായ ഇമാം അബൂ ഹാത്തിമുൽ ഖസ്വൈനി റളിയല്ലാഹു അൻഹു നേരിട്ട് ഇസ്തിആനത്ത് സഹായത്തേട്ടം നടത്തിയ സംഭവം ഇമാം സുബുക്കിയുടെ തബഖാത്തുസ് സാഫിയ 3-ാം വാള്യം 540-ാമത്തെ പേജിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ മഹാനായ അബുൽ ഖൈറുൽ അഖ്തഇ റളിയല്ലാഹു അൻഹു മദീനത്ത് വന്ന് ഭക്ഷിക്കാൻ ഒന്നുമില്ലാതെ വിശന്നപ്പോ പ്രയാസപ്പെട്ടപ്പോ അള്ളാഹിന്റെ റസൂലിന്റെ ഖബർ ഷരീഫിന്റെ അരികിൽ വന്നിട്ട് നബിയോട് നേരിട്ട് ഇസ്തിആനത്ത് ചോദിക്കുകയാണ്. അന ളൈഫുക അല്ലൈലത യാ റസൂലല്ലാഹ്, പൊന്നാര ഹബീബെ, ഇന്നത്തെ രാത്രി ഞാൻ തങ്ങളുടെ വിരുന്നുകാരനാണ്, അഥവാ എനിക്ക് ഭക്ഷണം തരണം. ഇന്ന് രാത്രി എനിക്ക് ഭക്ഷണം തരണം. ഞാൻ അങ്ങയുടെ അതിഥിയാണ്, തങ്ങളുടെ വിരുന്നുകാരനാണ്, അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണം എന്ന് പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് ഇസ്തിആനത്ത് നടത്തുകയാണ്. എന്തിനേറെ പറയണം, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, ആ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി അന്നത്തെ കുടുംബക്കാർ തീരുമാനിച്ചപ്പോ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ അന്ന് പറയുകയാണ്, നിങ്ങൾ എന്നെ ഉമർ ഇബ്നുൽ ഖത്താബിന് കെട്ടിച്ചു കൊടുക്കരുത്. നിങ്ങളെങ്കാലും ഉമർ ഖത്താബിന് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചാൽ ലഅഖ്റുജന്ന ഇലാ ഖബ്രി റസൂലില്ലാഹ്, ഞാൻ പൊന്നാര റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ പോകും. വല അസീഹന്ന ബിഹി, ഞാൻ പൊന്നാര റസൂലുള്ളാഹി തങ്ങളോട് ഞാൻ സഹായം തേടും എന്ന് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ പറഞ്ഞതായി നമുക്ക് വളരെ വ്യക്തമായി ചരിത്രത്തിൽ കാണാവുന്നതാണ്. അതേപോലെ തന്നെ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു, സൂഫിയാക്കളുടെ പ്രധാനപ്പെട്ട നേതാവാണ് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, ഞാൻ ഏത് നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാലും, സലാം വീട്ടി കഴിഞ്ഞാൽ, ഞാൻ നിസ്കാരത്തിന്റെ ശേഷം എല്ലാ വക്ത് 5 വക്ത് നിസ്കാരത്തിന്റെ ശേഷം അള്ളാഹിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട്, നേരിട്ട് വിളിച്ചുകൊണ്ട് ഞാൻ ഇസ്തിആനത്ത് നടത്തുന്നു. യാ സയ്യിദി യാ റസൂലല്ലാഹ് ഇസ്തഗ്ഫിർ ലി റബ്ബക്, പൊന്നാര ഹബീബായ നബിയേ, എനിക്ക് വേണ്ടി തങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം എന്ന് അള്ളാഹിന്റെ റസൂലിനോട് നേരിട്ട് ചോദിക്കുന്നത് ആരാണ്? ഇമാം ഷഅറാനി. അതും 5 വക്ത് നിസ്കാരത്തിന്റെ ശേഷം. ഇങ്ങനെ മഹാന്മാരായ മുൻഗാമികളായ ആളുകൾ മഹാന്മാരുടെ ഖബറുകൾ ഷരീഫിന്റെ അടുത്ത് പോയി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിൽ പോയി അവരോട് നേരിട്ട് ഇസ്തിആനത്ത് നടത്തിയ സംഭവങ്ങൾ 100 കണക്കിൽ നമുക്ക് കാണാൻ കഴിയും. ഞാനിത് കേവലം ചില ഉദാഹരണങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രക്കും വ്യക്തമായ തെളിവുകൾ ഉണ്ടാകുമ്പോൾ ഇദ്ദേഹം വന്നിട്ട് പറയുന്നു, ഇങ്ങനെ നേരിട്ട് അവരോട് ഇസ്തിആനത്ത് സഹായം തേടുന്നത് അത് ശിർക്കാണ്, ഹറാമാണ്, ഈ വിഷയത്തിൽ ഞാൻ മുജാഹിദിന്റെ കൂടെയാണ് എന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിവരക്കേടുകൾ, പച്ചയായ വിവരക്കേടുകൾ, ജഹാലത്തുകൾ ഇവരെന്താക്കും, ഇവരെ പിൻപറ്റി നടക്കുന്ന, ഇവരെ ഫോളോവേഴ്സായ, ഇവരെ മജ്ലിസുകളിലേക്ക് വരുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇട്ടുകൊടുക്കും. പിന്നീട് അവർ ഈ ജഹാലത്തിനെ അവർ വിശ്വസിക്കുകയും ചെയ്യും. ഇത് ആര് ഉത്തരവാദിയാണ്? സാധാരണക്കാരായ ആളുകളെ കൊണ്ട് ഇത്തരം വിവരക്കേടുകൾ വിശ്വസിപ്പിച്ചാൽ ആരാണ് അതിന് ഉത്തരവാദി? നമുക്കറിയില്ലേ? ഇസ്ലാമിന്റെ വ്യക്തമായ പ്രമാണങ്ങൾ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ഇമാം ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് അവിടെ അഫ്ഖഹിനെ മുന്തിക്കണം എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പറയുന്നത്. അഥവാ വിവരമുള്ള ആളുകളെ ഇമാമത്തായി നിർത്തണം. അത് കേവലം ഒരു നിസ്കാരത്തിന്റെ കാര്യമല്ല. നിസ്കാരത്തിൽ ഇമാമത്ത് നിർത്തുമ്പോ ഇമാമായി നേതൃത്വം നൽകുന്ന അദ്ദേഹം അഫ്ഖഹാകണം എന്ന് പറഞ്ഞതിന്റെ സാരാംശം അല്ലെങ്കിൽ അതിൽ മെസ്സേജ് എന്താണ്? ദീനിയായ സംഗതികളിൽ നേതൃത്വം നൽകുന്ന ആളുകൾ അവർ ആലിമീങ്ങളും വിവരമുള്ളവരും ആയിരിക്കണം എന്നാണല്ലോ ആ സംഗതി അല്ലെങ്കിൽ ആ മസാല ലോകത്തിലേക്ക് നൽകുന്ന മെസ്സേജ്. അല്ലാതെ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ആള് തങ്ങളാകണമെന്ന് ഒറ്റ കിതാബിലും പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയില്ല. തങ്ങളാണ് എന്ന കാരണം കൊണ്ട് നിസ്കാരത്തിന് അദ്ദേഹത്തിന് ഇമാമത്ത് നിർത്തണം എന്നൊരു മസാല ഈ ലോകത്തില്ല. തങ്ങൾക്ക് ബഹുമാനം കൊടുക്കണം, അദ്ദേഹം വന്നാൽ ബഹുമാനിച്ചിരുത്തണം, ബഹുമാനിച്ച് ഭക്ഷണം കൊടുക്കണം, അതൊക്കെ ചെയ്യണം. പക്ഷേ ദീനിയായ കാര്യങ്ങളിലെല്ലാം തങ്ങൾ എന്ന നിലയ്ക്ക് മുന്തിക്കണം എന്നൊരു നിയമം പരിശുദ്ധമായ ഇസ്ലാമിലില്ല. അദ്ദേഹം ആലിമാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാം. അല്ലാതെ ആലിമല്ലാത്ത ജാഹിലായൊരു തങ്ങളാണെങ്കിൽ അതിനെല്ലാം നേതൃത്വം നൽകണം എന്ന് പറയുന്നത് അബദ്ധമാണ്. തങ്ങളായി എന്നതുകൊണ്ട് അദ്ദേഹം ആത്മീയ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകാൻ ഒരിക്കലും അർഹതയില്ല. നമുക്കറിയാമല്ലോ, ഫിഖ്ഹിൽ പറഞ്ഞൊരു കാര്യമാണ്, ആലിമീങ്ങളല്ലാത്ത ആളുകൾ, സാധാരണക്കാരായ ജാഹിലുകളായ ആളുകൾ
ആലിമിന്റെ വേഷം ധരിക്കുന്നത് പോലും നിഷിദ്ധമാണ്, ഹറാമാണ്. എന്താണ്? ഒരു ഉസ്താദല്ലാത്ത, പണ്ഡിതനല്ലാത്ത ഒരാള്, സാധാരണക്കാരനായ ഒരു ആമിയായ ജാഹിലായ ഒരു മനുഷ്യൻ ഒരു പണ്ഡിതന്റെ വേഷം ധരിക്കുന്നത് ഹറാമാണ് എന്ന് ഫിഖഹിന്റെ കിതാബുകൾ നമ്മെ പഠിപ്പിക്കുമ്പോ, കേവലം ഒരു ഡ്രസ്സിന്റെ കാര്യത്തിൽ പോലും അത് ഹറാമാണെങ്കിൽ, ഇത്തരം പണ്ഡിതന്മാർ നേതൃത്വം നൽകേണ്ട സ്ഥലത്ത് വന്ന് ജാഹിലുകളായ ആളുകൾ വന്ന് ഇരിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുന്നതിന്റെ വിധി എന്തായിരിക്കും? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തങ്ങളാണ് എന്ന നിലയ്ക്ക് ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നത് ഒരിക്കലും ശരിയല്ല. അദ്ദേഹം ആലിമാണെങ്കിൽ ഓക്കെ. നമുക്കറിയാം, ഞാൻ ഓർക്കുകയാണ്, ബഹുമാനപ്പെട്ട താജുൽ ഫഖാഹ് ബേക്കൽ ഉസ്താദ് ഉണ്ടാകുമ്പോൾ ഉസ്താദ് ഒരു സംഭവം ഞങ്ങളോട് പറഞ്ഞു. ഏതോ ഒരു കല്യാണത്തിന്റെ മജ്ലിസിൽ ഒരു വിവരമില്ലാത്ത ജാഹിലായ ഒരു തങ്ങൾക്ക് ദ്വാരക്കാൻ കൊടുത്തു. അങ്ങനെ ദ്വാരന്നപ്പോൾ അയാൾ ദ്വാരുന്നത് ദ്വാ എന്താണ്? അല്ലാഹുമ്മ ബാഇദ് ബൈനഹുമാ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് എന്നായിരുന്നു. അള്ളാഹു അവരുടെ ഇടയിൽ മശ്രിഖ് മഗ്രിബിന്റെ ഇടയ്ക്ക് ദൂരമുള്ളതുപോലെ നീ ദൂരത്താക്ക് എന്ന്. അങ്ങനെ പിന്നീട് നോക്കുമ്പോൾ അവിടെ തലാഖും സംഭവിച്ചു എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ വിവരമില്ലാത്ത ആളുകൾ അവർക്കൂടെ നിക്കാഹിന്റെ കാർമ്മികത്വം ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ ദുആ നടത്താനോ ഒരിക്കലും അതിനർഹതയില്ല. അവിടെ ആലിമീങ്ങളാണ് നേതൃത്വം നൽകേണ്ടത്. അത് തങ്ങളായൊരു ആലിമുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാതെ കേവലം ഒരു തങ്ങളാണ് എന്ന കാരണം കൊണ്ട് ഇത്തരം ആത്മീയ മജ്ലിസുകൾക്കോ അല്ലെങ്കിൽ നിസ്കാരത്തിനോ അല്ലെങ്കിൽ നിക്കാഹിന് കാർമ്മികത്വത്തിനോ ഒരിക്കലും അതിന് അവർക്ക് അവകാശം കൊടുക്കരുത്. കാരണം വിവരമില്ലാതെ എന്തെങ്കിലും അവിടെ നിക്കാഹിന്റെ സീഗകൾ അബദ്ധം സംഭവിച്ചാൽ പിന്നീട് നടക്കുന്നത് വ്യഭിചാരമായിരിക്കും, സിനയായിരിക്കും. നിക്കാഹ് നടത്തേണ്ട രൂപത്തിലല്ലാതെ നിക്കാഹ് നടത്തിയാൽ, നിക്കാഹ് ബാത്തിലായാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ആത്മീയ മജ്ലിസുകളാവട്ടെ അല്ലെങ്കിൽ ഇത്തരം ദീനിയായ സംഗതികളിലെല്ലാം നേതൃത്വം നൽകേണ്ടത് അത് പണ്ഡിതന്മാരാണ്, ആലിമീങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ആണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി അദ്ദേഹം പിന്നീട് ഇത് കഴിഞ്ഞു, പിന്നീട് അദ്ദേഹം മാഫ് ചോദിച്ചു. പക്ഷെ മാഫ് ചോദിച്ചത് ഞാൻ ഈ വിഷയത്തിൽ മുജാഹിദിന്റെ കൂടെയാണ് എന്ന് പറഞ്ഞതിനെ തൊട്ടാണ് അദ്ദേഹം മാഫ് ചോദിക്കുന്നത്. അല്ലാതെ ഈ വിഷയത്തിനെ തൊട്ട് ഇത് അബദ്ധമാണ്, ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പിന്നീട് പറയുന്നതായി നമുക്ക് കാണുന്നില്ല. ഇന്നത്തെ ദിവസം ഒരുപാട് പേര്, ഒരുപാട് മുജാഹിദിന്റെ ആളുകള് ഒരു ക്ലിപ്പ് എടുത്ത് അത് തങ്ങള് പറഞ്ഞ് 100% സത്യമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുജാഹിദീങ്ങളെ ശർറുകൾക്ക് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മളെ മക്കളെയൊക്കെ അവിടുന്ന് ഞാൻ പറഞ്ഞു, ഇവിടെ കിടക്കുന്ന മഹാന്മാരോട് ചോദിക്കാതെ ഉപ്പാപ്പയെ, മഹാനായ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി കാട്ടുചെറു ഉപ്പാപ്പാനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. അതിന് ഞാൻ മുജാഹിദീങ്ങളെ ഭാഗത്താണ് എന്ന് എന്നിൽ നിന്നൊരു പ്രയോഗം വന്നുപോയി. അത് തെറ്റാണ്. തീർത്തും ഞാൻ മുസ്ലിം ഉമ്മത്തിനോടും നൂറെ ഹബീബിന്റെ കുടുംബത്തിനോടും ക്ഷമ ചോദിക്കും. അപ്പോ ഞാൻ ഈ വിഷയത്തിൽ മുജാഹിദിന്റെ കൂടെയാണ് അതിൽ ഞാൻ എന്ന് പറഞ്ഞതിന് തൊട്ടാണ് അദ്ദേഹം മാഫ് ചോദിക്കുന്നത്. പക്ഷെ ഈ മാഫ് ചോദിച്ചത് കൊണ്ടൊന്നും കാര്യങ്ങൾ പരിഹാരമാവുകയില്ലല്ലോ. ഇനി അദ്ദേഹം എന്തെല്ലാം ഇതുപോലെയുള്ള ജഹാലത്തുകൾ പറയാൻ സാധ്യതയുണ്ട്. ഇതിനെ തൊട്ടൊന്നും അദ്ദേഹം ഇവിടെ ക്ഷമ ചോദിച്ചു എന്ന് സങ്കല്പിക്കാം, അല്ലെങ്കിൽ സമ്മതിക്കാം. പക്ഷെ ഇനി അദ്ദേഹം ഇതുപോലെയുള്ള വിവരക്കേട് പറയില്ല എന്ന് എന്താണ് ഗ്യാരണ്ടി? മാത്രമല്ല, അദ്ദേഹം ഇതിന്റെ ശേഷം ഇതിനേക്കാൾ അപ്പുറം ഒരു ജഹാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടോളൂ. അദ്ദേഹം പറയുന്ന മറ്റൊരു വിവരക്കേട്, നമ്മൾ മഖാമിൽ കിടക്കുന്ന, മഖബറിൽ കിടക്കുന്ന ഉപ്പാപ്പയുണ്ടല്ലോ, ആ ഉപ്പാപ്പയോട് നമ്മളെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഉപ്പാപ്പാക്ക് കറാമത്തുണ്ട്, പാപ്പാക്ക് കറാമത്തുണ്ടെന്ന് നമ്മളാണ്ട് പറയാണ്. നമ്മളെ മനസ്സുകൊണ്ട് പറയാം, നമ്മളെ മനസ്സുകൊണ്ട് പറയാണ്.
അത് മുസ്ലിം സമുദായം അതിന് എതിരാണ്. ഔലിയാക്കൾക്ക് അല്ലെങ്കിൽ ആ മഖബറയുള്ള വലിയനിക്ക് കറാമത്തുണ്ടെന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ചിലർ വിശ്വസിക്കുന്നു. അത് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തിന് വിരുദ്ധമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പച്ചയായ, വളരെ പച്ചയായ വിവരക്കേടും ജഹാലത്തല്ലേ അദ്ദേഹം പറയുന്നത്. മഖബറകളിലുള്ള ഔലിയാക്കൾക്ക് കറാമത്തുണ്ട് എന്നല്ലേ മുസ്ലിം സമുദായം വിശ്വസിക്കുന്നത്. അതല്ലേ അഹ്ലു സുന്നയുടെ വിശ്വാസം. ഇദ്ദേഹം പറയുന്നു കറാമത്തുണ്ട് എന്നുള്ള വിശ്വാസം അത് മുസ്ലിം സമുദായത്തിന് വിരുദ്ധമാണ് എന്ന്. ഇങ്ങനെ പച്ചയായ വിവരക്കേടുകൾ പൊതുജനങ്ങളെ മുന്നിൽ ഇദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഇടയിൽ മറ്റൊരു സംഭവം കൂടി നടന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഇടക്ക് മജ്ലിസിന്റെ ഇടക്ക് ഒരു പ്രണയത്തിന്റെ കാര്യം പറഞ്ഞു. എന്നെ പ്രണയിക്കുന്നവർ ആരുണ്ടെങ്കിൽ എന്നെ പ്രണയിക്കണം എന്ന നിലയ്ക്ക് അദ്ദേഹം കാര്യത്തിലോ തമാശക്കോ എന്തോ ഒന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഏതോ ഒരു സ്ത്രീ അതിനെ സോഷ്യൽ മീഡിയയിൽ അതിനെ സംബന്ധിച്ചൊരു വീഡിയോ ഇട്ടു, ആ സ്ത്രീയുടെ ഒരു യൂട്യൂബ് ചാനലിൽ. അങ്ങനെ ഇട്ടപ്പോ ഈ തങ്ങള് പിന്നീട് വന്ന് അദ്ദേഹത്തിന്റെ മജ്ലിസിൽ ആ സ്ത്രീക്ക് ശാപം വെക്കുകയാണ്, ആ പെണ്ണിക്ക് കേടായിട്ട് ദ്വാരക്കുകയാണ്. ഇത് പാടുണ്ടോ? ഒരു സാധാരണക്കാരനായ ഒരാൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ അതിന് ശപിക്കുകയല്ലല്ലോ വേണ്ടത്, കേടായിട്ട് ദ്വാരക്കുകയല്ലല്ലോ വേണ്ടത്. ഇദ്ദേഹം കേടായി ദ്വാരക്കുന്ന ഒരു രംഗം നിങ്ങൾ കേട്ടോളി. കല്യാണം കഴിഞ്ഞ കഥയാണ്. ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കണ്ണൂര് പിന്നെ ഒരു സഹോദരിക്ക് രാവിലെ ഒരു ബീത്താത്തിനൊക്കെ അത് അയച്ചു തന്നു. നമ്മള് ഒരു ഞാൻ ഫോട്ടോസിൽ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. വളരെ വളരെ അൽഹംദുലില്ലാ റാഹത്താണ്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മനസ്സിലായോ? ഇന്ന് രാവിലെ എഴുന്നേറ്റ് മുതൽ ഈ സംഭവമാണ് എന്റെ ഫോണിലൂടെ. പ്രണയത്തിന് സംഭവിച്ചറിയില്ല, ആരെങ്കിലും പ്രണയിക്കാറില്ല, പ്രണയിക്കാൻ കണ്ടോ? മുത്തമണി ചിരിക്കണോക്കാണ് സ്മോക്കൊക്കെ കയ്യൊക്കെ വെച്ചിട്ട് കണ്ടോ? നിങ്ങളത് കണ്ടോ? സുബ്ഹാനല്ലാഹ്. ഒരുപാട് ആളുകള് വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനൊന്നും പ്രതികരിക്കലില്ല. ഇത് പ്രതികരിക്കാൻ ഒരു കാരണം എന്താ അറിയോ? ഓളെ ഫോട്ടോസും എന്റെ ഫോട്ടോസും തൊട്ടാണ്. ഒരു ഉമ്മ വിളിച്ചിട്ട് ചോദിക്കാൻ നിങ്ങളെ കല്യാണം കഴിഞ്ഞോ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എവളെപ്പോലെ ഒരാൾക്ക് കല്യാണം കഴിക്കേണ്ട ഒരു അവസ്ഥ കൊടുക്കാതിരിക്കട്ടെ. അള്ളാഹുവിനെ പോലെ സർവ്വത്തോട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ ഞാന് അങ്ങനെ മനസ്സിലാക്കാതെ അദ്ദേഹം പറയുന്നതിന് വേറെ രീതിയിൽ കാണുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നവരോട് നിങ്ങൾ മറുപടി പറയണം. ഇതൊരു പ്രണയത്തിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞൊരു തമാശയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പറയുന്നുണ്ട്, അള്ളാന്റെ റസൂലിനെയാണ് പ്രേമിക്കേണ്ടത്. ആ വീഡിയോ അവർ കട്ട് ചെയ്തതാണ്, അവർക്ക് അല്ലാഹ് കൊടുക്കണം. ഇവിടുന്ന് അങ്ങോട്ട് അവരെ കട്ട് ചെയ്തു. ഇവർക്കൊക്കെ യൂട്യൂബ് ചാനലുണ്ട്. ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടി, ഒരാളുകൾ കാണാൻ വേണ്ടി നമ്മളെ തേജോവധം ചെയ്യാം. അല്ലാഹ് ദുനിയാവിൽ വെച്ച് തന്നെ അവർക്കൊക്കെ ശിക്ഷ റബ്ബ് കൊടുക്കട്ടെ. അള്ളാഹു ദുനിയാവിൽ തന്നെ ആ സ്ത്രീക്ക് ശിക്ഷ കൊടുക്കട്ടെ. പച്ചയായ നിലക്ക് കേടായിട്ട് ദ്വാരക്കുകയാണ്. ഇനി കേട്ടോളി. നിങ്ങളൊക്കെ കണ്ടില്ലേ അതിന്റെ സത്യം എന്താണെന്നറിയോ? ഇവര് പറഞ്ഞത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതൊക്കെ തമാശയാണ്. നമ്മൾ പ്രേമിക്കേണ്ടത് അള്ളാന്റെ റസൂലിനെയാണ്. അള്ളാന്റെ റസൂലിനെയാണ് നമ്മൾ പ്രേമിക്കേണ്ടത്.
ഹബീബായ മുത്തുനബിയാണ് നമ്മളെ പ്രേമിക്കേണ്ടത്. ഈ മക്കളെ ഒരുപാട് നമ്മള് കാരണം ഒരുപാട് എത്തീ മക്കള് ജീവിക്കുന്നുണ്ട്. ആ എത്തീ മക്കള് കൊടുക്കുന്നത് ഇവർക്ക് ഇല്ലാതെയാക്കണം. ഇവനാരെങ്കിലും ഒരു പവൻ ഇവൾക്കൊക്കെ അല്ല കൊടുക്കും, അല്ല കൊടുക്കും, അല്ല കൊടുക്കട്ടെ, അല്ല കൊടുക്കട്ടെ. ഇതിന്റെ വാക്ക് അവള് കട്ട് ചെയ്തു. അപ്പൊ അള്ളാഹു ഈ സ്ത്രീക്ക് കൊടുക്കട്ടെ, അള്ളാഹു ആ സ്ത്രീക്ക് ദുനിയാവിൽ തന്നെ ശിക്ഷ നൽകട്ടെ എന്ന് തുടങ്ങി ഈ വ്യക്തി ആ സ്ത്രീയെ ശപിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ശാപ പ്രാർത്ഥന നടത്താൻ പാടുണ്ടോ? ഒരാളെ ശപിക്കാൻ പാടുണ്ടോ? ഇതാണ് വിവരമില്ലാത്ത ജാഹിലുകളായ ആളുകൾ ആത്മീയ മജ്‌ലിസുകൾക്ക് നേതൃത്വം നൽകി അവിടെ നേതാവായി മാറിയാൽ ഉണ്ടാകുന്ന അപകടം ഇതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആലിമീങ്ങൾ എടുത്തത് സാധാരണക്കാരായ വിവരമില്ലാത്ത ആളുകൾ ആത്മീയ മജ്‌ലിസുകൾക്ക് നേതൃത്വം നൽകരുത്. ഇനി ഒരുപക്ഷെ ആരെങ്കിലും അങ്ങനെ നേതൃത്വം നൽകുന്നുണ്ടെങ്കിൽ അത്തരം മജ്‌ലിസുകളിൽ നിന്ന് പൊതുജനങ്ങൾ വിട്ടുനിൽക്കണം, അതിൽ സംബന്ധിക്കരുത്. കാരണം അവർ പിന്നീട് നേതാവായി മാറും, പിന്നീട് ഷെയ്ഖാകും, ആത്മീയ ഗുരുവായി മാറും, പിന്നീട് തോന്നിയത് വിളിച്ചു പറയും, ജഹാലത്ത് പറയും. പിന്നെ ഈ ജഹാലത്തിനെ അദ്ദേഹത്തിന്റെ അനുയായികൾ വിശ്വസിക്കാൻ തുടങ്ങും. പിന്നീട് എത്ര വലിയ ആയും അതിനെ തിരുത്തി കൊടുത്താലും അതിനവർ ഉൾക്കൊള്ളാൻ തയ്യാറാവുകയില്ല. ഇത് ഏറ്റവും വലിയ അപകടമാണ്. അതുകൊണ്ട് ആത്മീയ മജ്‌ലിസുകൾക്ക് നേതൃത്വം നൽകുന്നവർ എപ്പോഴും വിവരമുള്ള ആലിമീങ്ങളായിരിക്കണം. സയ്യിദ് എന്ന നിലയ്ക്ക് ഒരു ആത്മീയ മജ്‌ലിസിന് നേതൃത്വം കൊടുക്കുക എന്നത് അതിന്റെ അർഹതയല്ല. തങ്ങളായിരിക്കുക എന്നത് അതിന്റെ അർഹതയല്ല. സയ്യിദ് ആലിമാണെങ്കിൽ അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കാം. അല്ലാതെ കേവലം ഞാനൊരു തങ്ങളാണ്, അഹ്ലുബൈത്തിൽപ്പെട്ട ആളാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാനോ വിവാഹത്തിന് കാർമ്മികത്വം വഹിക്കാനോ ആത്മീയ മജ്‌ലിസുകൾക്ക് നേതൃത്വം നൽകാനോ പാടുള്ളതല്ല. കാരണം അവിടെ ആലിമായിരിക്കണം എന്നതാണ്. ബഹുമാനപ്പെട്ട ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഗ്രന്ഥമാണ് ജവാഹിറുൽ ഇഖ്ദൈൻ ഫീ ഫളി ശറഫൈൻ ശറഫിൽ ഇൽമിൽ ജലി വന്നസബിൽ അലി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തില് അതിന്റെ തുടക്കത്തിൽ കാണാം, അഥവാ ആലിമീങ്ങളുടെയും അഹ്ലു ബൈത്തിന്റെയും മഹത്വം വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. ആലിമീങ്ങളതും അതുപോലെ തന്നെ സയ്യിദന്മാരുടെയും അഹ്ലു ബൈത്തിന്റെ മഹത്വം വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തില് ആദ്യമായി അദ്ദേഹം കൊടുക്കുന്നത് ആലിമീങ്ങളെ മഹത്വമാണ്. എന്തേ അതിന്റെ കാരണം? ആലിമീങ്ങളെ മുന്തിക്കാൻ എന്താണ് അതിന്റെ കാരണം? മഹാനവറുകൾ പറയുന്നു, വഖദ്ദംതുൽ അവ്വല, അഥവാ ഇൽമു സംബന്ധമായ ബഹുമാനം, ആലിമീങ്ങളെ ഷറഫു ഞാൻ മുന്തിച്ചത് ലിഅന്നൽ ഇൽമ ഹുവൽ ഇമാമു, ഇൽമ് അതാണ് ഇമാം, ഇൽമ് അതാണ് ഇമാം. അതുകൊണ്ടാണ് ഇൽമിന്റെയും ആലിമീങ്ങളെയും ബഹുമാനം ഞാൻ ഒന്നാമതായി കൊടുത്തത് എന്ന് ഇമാം സുംഹൂദി 911 വഫാത്തായ ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു ഈ ഗ്രന്ഥത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം വിവരമില്ലാത്ത ജാഹിലുകൾ നൽകുന്ന ആത്മീയ മജ്‌ലിസിൽ പോയാൽ സാധാരണക്കാരായ ആളുകൾ കുടുങ്ങിപ്പോകും, അവരെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും, അവരെ അമലുകൾ ബാത്തിലായി പോകും. വിവരമില്ലാത്ത ഒരു വിവരക്കേടുകളെ, തെറ്റായ സംഗതികളെ നല്ലതാണെന്ന് വിശ്വസിക്കും, നല്ലതിനെ തെറ്റാണെന്ന് വിശ്വസിക്കും. അതുകൊണ്ട് ഹക്കിനെ ബാത്തിലായും ബാത്തിലിനെ ഹക്കായും വിശ്വസിക്കാൻ ഇടയുണ്ട്. കാരണം ഇവർ പലപ്പോഴും ഇവരെ വിവരക്കേടിന്റെ കാരണം കൊണ്ട് ഹക്കിനെ ബാത്തിലാക്കുകയും ബാത്തിലിനെ ഹക്കാക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാ സാധാരണക്കാരായ ആളുകളോടും ഉണർത്താനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള ജാഹിലുകളായ ആളുകൾ നേതൃത്വം നൽകുന്ന മജ്‌ലിസുകളിൽ ഒരിക്കലും സംബന്ധിക്കരുത്. ആലിമീങ്ങളായ ആളുകൾ, അത് സയ്യിദാണെങ്കിൽ സയ്യിദ്, അല്ലെങ്കിൽ സയ്യിദല്ലാത്തവരാണെങ്കിൽ സയ്യിദല്ലാത്തവർ, ആരാവട്ടെ ഇൽമുള്ളവരുടെ മജ്‌ലിസുകളിൽ മാത്രമേ സംബന്ധിക്കാൻ പാടുള്ളൂ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.